ഡോക്ടർ അരുണ് അയ്യമ്മയുടെ മികച്ച യുവ ഡോക്ടർക്കുള്ള അവാർഡ്. എവിടെ നോക്കട്ടെ ഒന്ന് കാണിക്കേ പ്ലീസ് രാഹേൽ കാണിക്കേ. ഇങ്ങനെ സ്വപ്നം കണ്ടു നിന്നാ പോരാ, നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഞാൻ എന്താ വേണ്ടത്? നീ ഡോക്ടറെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. എന്നുവെച്ചാ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. എന്താ ഇത്? നടക്കാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത്തവണ അന്നത്തെ ബർത്ത്ഡേ കാർഡ് പോലെ ആവരുത്. നീ ഇത് കൊടുത്തിട്ട് പറയണം, കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ. ഡോക്ടറുടെ ഈ നേട്ടത്തിൽ ഞാനും പങ്കുചേരുന്നു. നോട്ട് ദിസ്. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ, ദിസ് ഇസ് ഫോർ യു. മതി, ദിസ് ഇസ് ഫൈൻ. യാ, മനസ്സിലായോ? കൊളാക്കോ? വാ. Hello. Yes. Thank you. Yeah, thank you very much. Hey, എന്റെ മാത്രം ക്രെഡിറ്റ് ഒന്നുമല്ല, ഈ അവാർഡ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഹലോ യെസ്, നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആവുന്നു. ഒരു സെക്കൻഡ്, ഞാൻ വെളിയിലൊന്ന്. ഹലോ, പ്ലീസ് ഹോൾഡ് ഓൺ. എന്തായി, കൊടുത്തോ? പിന്നെ മുറിയില് റേഞ്ച് ഇല്ല. എന്ത് റേഞ്ച് ഇല്ല? ഫോൺ എടുത്ത് ഡോക്ടർ പുറത്തേക്ക് പോയി. എനിക്ക് അപ്പോഴേ തോന്നിയതാ എന്തെങ്കിലും ഉടക്കുണ്ടാവൂന്ന്. എന്നിട്ടാ പൂവവിടെ? നിന്റെ കയ്യിലിരിക്കുന്നത് ഈ പൂവിന് അപമാനമാ. ഞാനേ ഇപ്പഴാ അറിഞ്ഞത്, നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. കുട്ടി പറയണ പോലെ ഒരു പെണ്ണ്, അങ്ങനെ ഒരു ആത്മാവ് ഇതിനകത്ത് ഉണ്ടാവാനൊരു സാധ്യതയില്ല കേട്ടോ. 16 വയസ്സ് മുതൽ ഈ കോലത്തെ കാര്യസ്ഥരാ ഞാൻ. എന്റെ ഓർമ്മയിലെങ്ങും ഇവിടെ ഒരു ദുർമരണം നടന്നതായിട്ട് പാറ്റ എനിക്ക് ഓർമ്മയില്ല. സത്യം, ഒക്കെ കുട്ടിയുടെ തോന്നല. ഞാനത് പറഞ്ഞതാ രാമൻ നായരെ, പക്ഷെ കേക്കണ്ടേ? ഇളം മനസ്സല്ലേ, എന്തെങ്കിലുമൊക്കെ കണ്ടു പേടിച്ചിട്ടുണ്ടാവും. അതാ ഇങ്ങനെയൊക്കെ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഏലസ് ജപിച്ചു തരാം. അത് കയ്യിൽ കെട്ടിയാൽ സകല പേടിയും അതോടെ മാറും. എന്താ? ഏലസോ ചരടോ എന്താന്ന് വെച്ചാ അത്, പക്ഷെ ഉടനെ വേണം. ഇപ്പൊ തന്നെ തന്നേക്കാലോ. അങ്ങനെയുണ്ട് ഒരു കളി. സംഗതി ഇതാണെന്ന് അറിഞ്ഞപ്പോ ഞാനും ഒരെണ്ണം കൈ കരുതി. മോഹം കഷൂ ബഹുകൃതം തുമജൽ ഗുണേദ്യ നഗ്നം ദിവം ശകരുണം തവ പാദപത്മം. കൈ നീട്ടിക്കോളൂ. ഇനി കുട്ടിയെ പേടിപ്പിച്ച പെണ്ണിന്റെ കാര്യം ഇതോടെ ശുഭം. അല്ല, ഭൂഷം. ഇനി ഒരു ചായ ആകാം, വടയും അല്ല വാടകയും.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാനൊരു കാര്യം ചോദിച്ചാ കുഞ്ഞിനോട് ദേഷ്യപ്പെടൂ? അല്ല, എത്ര നാളെന്ന് വെച്ചാൽ ഈ ഒറ്റക്കുള്ള ജീവിതം? ഒരു കല്യാണം കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കണം. അച്ഛനും അമ്മയും ഡിവോഴ്സ്. അങ്ങനെയുള്ള എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുവപ്പെട്ട? അത് കുഞ്ഞിന്റെ വെറും തോന്നലാ. കുഞ്ഞിന്റെ സ്വഭാവ ഗുണം അറിയുന്ന 100 പേര് കാണുന്ന നാട്ടില്. പപ്പേട്ടനൊന്ന് അന്വേഷിക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. എനിക്കിഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടണം. ജാതി, മതം, പാരമ്പര്യം, വിദ്യാഭ്യാസം അതൊന്നും ഒരു പ്രശ്നമല്ല. ചായ കുടിക്കേ. ഹോ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അതെന്താ? ആള് ജീവനോടെ ഉണ്ടല്ലോ. രാമൻ നായരുടെ ഏലസ് ബലിച്ചു രാഹേൽ. ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം മനസ്സിന്. ആ പെണ്ണ് ആ പെണ്ണ് പിന്നെ വന്നിട്ടേ ഇല്ല. ആ വേറൊരു സംഭവം ഉണ്ടായി. അന്നാ ചെക്കൻ്റെ എന്നിട്ട് ടെന്നീസ് ബോൾ ഇല്ലേ, വേസ്റ്റ് ബാസ്കറ്റ് ഇട്ട് കാണാതെ പോയ ആ പന്തായത്. ഇതെവിടെ നിന്ന് കിട്ടി? അതേ സ്ഥലത്ത് നിന്ന് തന്നെ. നീ എന്തിനാ ഇതെടുക്കാൻ പോയത്? ചുമ്മാ ഒരു രസത്തിന്. എന്തേ? ഇല്ല, ഒന്നുമില്ല. നീ പോയി കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് അത്താഴത്തിന് ഞാൻ ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെല്ല്. ഇപ്പൊ എങ്ങനെയുണ്ട്? വിശ്വാസായില്ലേ? ഞാനെന്ന് പറഞ്ഞപ്പോ എന്നെ കടിച്ചു കീറാൻ വന്നു. ഇപ്പൊ എന്തൊന്നും മിണ്ടാത്തെ? ഈശ്വര, ഇനി നീ കൂടെ കണ്ട സ്ഥിതിക്ക് എന്തൊക്കെ അനർത്ഥങ്ങളാണവ ഉണ്ടാവാൻ പോണത്.